Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ മെജോറിറ്റി പേപ്പേഴ്സിന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിലത്തെ സബ്ജക്ട്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇന്ന് ലൈവ് ഈവനിങ് വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 1-2 വീഡിയോസ് ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഈ 1-2 വീഡിയോസ് പെൻഡിങ് ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ആ വീഡിയോസ് ഒന്ന് പെട്ടെന്ന് വേണം എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇന്ന് ലൈവ് വയ്ക്കാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് നാളത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ നാളെ 7:30 കറക്റ്റായിട്ട് എല്ലാവരും വരിക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. മിക്ക പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ തന്നെ ഹോൾഡിംഗ് കമ്പനി എന്താണ്, അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനി നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ അതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് കാണാറുള്ളതാണ്. പിന്നെ വരുന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്? ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ കാൽക്കുലേഷൻ. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ടീമുകൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഇതൊക്കെ. പിന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്ക് ലിക്വിഡേഷനിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. സോ ഇതിൽ വാട്ട് ഈസ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി? വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പോ അതല്ലെങ്കിൽ വളണ്ടറി വൈൻഡിങ് അപ്പോ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ തന്നെ കോൺട്രിബ്യൂട്ടറി ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. പിന്നെ മറ്റൊരു ചോദ്യം അതിൽ തന്നെ ഹൂ ഈസ് എ ലിക്വിഡേറ്റർ? ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ അതും എഴുതണം കേട്ടോ. അതിപ്പോൾ പറഞ്ഞു നമ്മൾ വൈൻഡിങ് അപ്പ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി, അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്, അതുപോലെ തന്നെ
കറണ്ട് ടാക്സ്, കറണ്ട് ലൈബിലിറ്റി, കറണ്ട് ടാക്സ് അങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ കണ്ടിൻജന്റ് ലൈബിലിറ്റി. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു ചോദ്യമാണ്. നെക്സ്റ്റ്, ലീസിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലീസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യം, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്? അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ്? ഫോറൻസിക് SCക്കാണ് കൂടുതൽ കാണാറ്. ചിലപ്പോൾ 2 മാർക്ക് 2 വെയിറ്റേജ് ആയിട്ടും ചോദിക്കാം. ഫോറൻസിക് അക്കൗണ്ടിങ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും മാറി മാറി വരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ നമുക്ക് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഉണ്ട്, പ്രൊആക്റ്റീവ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ നിർബന്ധമായും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്? അതിൽ നമുക്കറിയാം ഉള്ളിൽ പല മെത്തേഡുകളുണ്ട്. അതിൽ ഒരെണ്ണം CPPA, ഇതൊക്കെ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ CCA, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് റീകൺസ്ട്രക്ഷനിൽ നമുക്ക് അമാൽഗമേഷനിൽ നിന്ന് പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്? അതിൻ്റെ ഒരു പ്രോബ്ലം ചില സമയത്ത് ഇടാറുണ്ട്, നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മെർജർ എന്താണ്? അതിൻ്റെ ടൈപ്സ് അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അതുപോലെ തന്നെ അക്വിസിഷനും, മെർജറും അക്വിസിഷനും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതും നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ നമുക്കതിൽ തന്നെ അമാൽഗമേഷൻ എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കാം. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ അതിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്, 2 വെയിറ്റേജിൻ്റെ ഒരെണ്ണം. പിന്നെ മെർജർ ടൈപ്സ്, കോൺഗ്ലമറേറ്റ്, അല്ല പലതരത്തിലുള്ള മെർജറുകളുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ ഈ പറയുന്ന മെർജറും അക്വിസിഷനും തമ്മിലുള്ള ഡിഫറൻസോ അതിൻ്റെ കൺസെപ്റ്റോ അതും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്? അതുപോലെ തന്നെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്? ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു ചോദ്യം, ഡിസെൻറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ കേട്ടോ. വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചോദ്യങ്ങളും വരാം. ഈ 2 വെയിറ്റേജിൻ്റെ നമുക്ക് അല്ലേ മാറ്റി മാറ്റി ഇടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഇതുവരെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് സജഷൻസ് ആണ് നൽകി. ഇതിൽ നിന്നൊരു 7 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്പർ 1, വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, പിന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ലിക്വിഡേറ്റർ ആരാണ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്, കണ്ടിൻജന്റ് ലൈബിലിറ്റി, ലീസിംഗ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ദെൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്, ദെൻ CPPA, ദെൻ CCA, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ്റെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ദെൻ മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അമാൽഗമേഷൻ, പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ അതിൻ്റെ കൺസെപ്റ്റ്, ദെൻ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 4 എണ്ണം കിട്ടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും 2 വെയിറ്റേജിൻ്റെ 7 എണ്ണത്തിലെ 4 എണ്ണം ഈസി ആയിട്ടുള്ളതും 3 എണ്ണം പുതിയതായിട്ടുള്ളതും ആയിരിക്കും വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ലാത്ത കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ആ 4 എണ്ണം കിട്ടാൻ പാടുണ്ടാവാറില്ല.
ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിൽ ഉറപ്പായും വരുന്ന 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.